നമുക്ക് ഇനി തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരം വർക്കലയിൽ റെയിൽവേ യാത്രക്കാരുടെ വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ മോഷ്ടിക്കുന്നതായി പരാതി. സ്റ്റേഷന് പിൻഭാഗത്തെ റോഡിൽ പാർക്ക് ചെയ്യുന്ന യാത്രക്കാരുടെ വാഹനങ്ങൾ ചിലർ നശിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. വൈകിട്ട് 7 മണിക്ക് ഞാൻ കോഴിക്കോട്ടേക്ക് ജോലിക്ക് പോകുമായിരുന്നു. വൈകിട്ടുള്ള 7 മണിയുടെ ട്രെയിനിനകത്ത് അങ്ങനെ ഞാൻ ബൈക്ക് ജസ്റ്റ് വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡായ റോഡ് സൈഡിലൊന്ന് ഒതുക്കി വെച്ചിട്ട് പോകുമായിരുന്നു. പോയിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് രാവിലെ വരുന്ന സമയത്താണ് വണ്ടി വന്നെടുക്കാൻ നേരത്ത് വണ്ടിയുടെ പെട്രോൾ ഊറ്റിക്കൊണ്ട് പോവുകയും പെട്രോൾ ടാങ്കിൻ്റെ സൈഡിലുള്ള കേബിൾസും ഒരു ചെറിയ ഡോറൊക്കെ പൊട്ടിച്ചതായിട്ട് കാണപ്പെട്ടു. അങ്ങനെ സൈഡിലുള്ള ബിൽഡിങ്ങിൽ പോയി CCTV ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വൈകിട്ട് രാത്രി 11 മണിക്ക് 2 ചെറുപ്പക്കാർ വന്ന് വണ്ടി നശിപ്പിക്കുന്നതായിട്ട്, എൻ്റെ വണ്ടി പിന്നെ സമീപത്ത് വെച്ചിരിക്കുന്ന ബാക്കി വണ്ടികൾ നശിപ്പിക്കുന്നതായിട്ട് ഞാനൊരു ഇത് കണ്ടു. അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വർക്കല പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം സംഭവമാണെന്നാണ് ആൾക്കാരെല്ലാം പറയുന്നത്. അതേപോലെ അഷിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ. അവിടെ വാഹനം നിർത്തിയിട്ടതിന് ശേഷം ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്കായി പോവുകയും പിന്നെ വാരാന്ത്യങ്ങളിൽ തിരിച്ചു വന്ന വാഹനം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. തിങ്കളാഴ്ച രാവിലെ കൊണ്ട് നിർത്തിവെച്ചതിന് ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് എടുക്കുന്നവരടക്കം. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ സമയം നിർത്തിയിടുന്ന യാത്രക്കാരുടെ വാഹനങ്ങളാണോ അതോ ദിവസവും വന്നു പോകുന്നവരുടെയാണോ? എങ്ങനെയാണ് ഈ മോഷണത്തിന്റെ ഒരു സ്വഭാവം? സുജയ്, വർക്കല ഭാഗത്തു നിന്നും കഴക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ദിവസേന ജോലിക്ക് വരുന്ന ആളുകളാണ് പ്രധാനമായും ഈ വർക്കല സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. ഇവർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെ വാഹനം നിർത്തിയ ശേഷമാണ് ട്രെയിൻ കയറി വരുന്നത്. വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ നേരത്തെ സുജിയ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഇവർ ഈ തങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളൊക്കെ എടുക്കാൻ വരുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് ഗുഡ് ഷെഡ്, അതായത് റെയിൽവേ സ്റ്റേഷന് പിൻഭാഗത്തുള്ള ഗുഡ് ഷെഡ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമാണ് ഈ യാത്രക്കാർ തങ്ങളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇവർ പാർക്ക് ചെയ്ത് പോയതിനു ശേഷം രാത്രി സമയങ്ങളിലാണ്, പ്രത്യേകിച്ച് ഇതൊരു 6 മണി കഴിയുന്നതോടുകൂടി തന്നെ അവിടെ ആളുകളുടെ ഒരു തിരക്ക് കുറയും, വാഹനങ്ങൾ മാത്രമാകും. അങ്ങനെ ഇതറിയാവുന്ന ചില ആളുകളാണ് ഇത്തരത്തിൽ ഇവിടെ മോഷണം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അതായത് ഈ ജോലിക്ക് പോകുന്ന ആളുകളുടെ വാഹനത്തിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുക്കുക, അതുപോലെ തന്നെ ഈ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക, അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ വാഹനങ്ങൾ മോഷണം പോകാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ VSSCയിൽ കരാർ ജീവനക്കാരായി ജോലി ചെയ്യുന്ന കല്ലമ്പലം സ്വദേശി സഞ്ജുവാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പരാതി വർക്കല പോലീസിൽ നൽകിയിട്ടുള്ളത്. സഞ്ജു ഇത്തരത്തിൽ ജോലിക്ക് പോയി പിറ്റേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് രാവിലെ എത്തി വാഹനം എടുക്കാൻ എത്തിയപ്പോഴാണ് ഈ വാഹനത്തിൽ ഈ കേടുപാടുകൾ, ഈ എഞ്ചിൻ്റെ ഭാഗത്ത് കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഈ എഞ്ചിൻ ഭാഗത്ത് കേടുപാടുകൾ വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പെട്രോൾ ഊറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ എഞ്ചിൻ ഭാഗത്ത് കേടുപാടുകൾ വരുത്തുക, പെട്രോൾ ടാങ്കിൻ്റെ സമീപത്തൊക്കെയായി. അപ്പോൾ അങ്ങനെ ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ പെട്രോൾ വലിയ രീതിയിൽ വാഹനത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ചുറ്റും നടന്ന് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ വാഹനത്തിൻ്റെ ചുറ്റും ഇത്തരത്തിൽ പെട്രോൾ മോഷണം അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്താണ്, അവിടെയൊക്കെ CCTV ഉള്ളതുമാണ്. ഈ യാത്രക്കാരെ എല്ലാം ചൂഷണം ചെയ്യുന്ന ആളുകളെ, കള്ളന്മാരെ പെട്ടെന്നൊന്ന് പിടിക്കുകയാണെങ്കിൽ യാത്രക്കാർക്കും അത് ഉപകാരമായേനെ.